സ്വാതി, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സുപ്രീം കോടതി നിയോഗിച്ച SIT ഇന്ന് വിജയ് ഷായുടെ കേസിൽ തലസ്ഥിതി റിപ്പോർട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും എന്നത്. മനു, സോഫിയ ഖുറേഷിക്കെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പരാമർശം വിജയ് ഷാ BJP മന്ത്രി വിജയ് ഷാ നടത്തിയതിൽ കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ സുപ്രീം കോടതി കടുത്ത വിമർശനങ്ങൾ തന്നെയാണ് മുന്നോട്ട് വെച്ചത്. മാത്രമല്ല 3 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെയും സമിതിയെയും നിയോഗിച്ചിരുന്നു. മധ്യപ്രദേശിന് പുറത്തു നിന്നുള്ള വനിതാ ഉദ്യോഗസ്ഥ ഉൾപ്പെട്ട സംഘമാണ് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ നിർദ്ദേശപ്രകാരം തന്നെ അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് ആദ്യ തൽസ്ഥിതി റിപ്പോർട്ട് ഇന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിക്കും എന്നുള്ളത് തന്നെയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി ഇന്നേ ദിവസം എത്തുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ തവണ ഈ കോടതി ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് രൂക്ഷമായ വിമർശനം നടത്തുകയുണ്ടായി. അത്തരത്തിൽ ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകൾ ഇത്തരം പരാമർശങ്ങൾ നടത്താൻ പാടില്ല, ഓരോ പ്രസ്താവനയും തൂക്കി നോക്കി വേണം മാത്രമേ പ്രസ്താവനകൾ നടത്തുവാൻ പാടുള്ളൂ, താങ്കൾ നടത്തിയിട്ടുള്ള പ്രസ്താവന രാജ്യത്തെ തന്നെ ലജ്ജിപ്പിക്കുന്നതാണ് എന്നും അതോടൊപ്പം തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാതിരിക്കാനുള്ള മുതലക്കണ്ണീർ മാത്രമാണ് മാപ്പപേക്ഷ എന്നടക്കമുള്ള കാര്യങ്ങളാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരു പ്രതികരണവും ഇതുവരെയും നടത്തിയിട്ടില്ല. മന്ത്രിസ്ഥാനത്ത് നടക്കം മാറ്റി നിർത്തണമെന്ന നിർദ്ദേശം വന്നിട്ട് പോലും ആ വിഷയത്തിൽ ഒരു പ്രതികരണവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വശമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്നത്. എന്തായാലും ഇന്ന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി തന്നെയാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. 3 അംഗ സംഘം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കും. എന്തായാലും ഏത് തരത്തിലാണ് ഇത് കോടതിയിൽ മധ്യപ്രദേശ് സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട വാദം ഉന്നയിക്കുക എന്നുള്ളത് തന്നെയാണ് നിർണായകമായി വരുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കടുത്ത വിമർശനങ്ങൾ നിരവധി തവണയായി വിജയ് ഷായ്ക്കെതിരെ ഉയരുന്ന സാഹചര്യമുണ്ട്. കേന്ദ്ര സർക്കാർ വലിയ തരത്തിൽ പ്രതിരോധത്തിൽ നിൽക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ നിയമ നടപടികൾ അട്ടിമറിക്കാനുള്ള നീക്കം തുടക്കത്തിൽ തന്നെ നടത്തിയിരുന്നു. മധ്യപ്രദേശ് സർക്കാരിനെതിരെയും പോലീസിനെതിരെയും കടുത്ത വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് മധ്യപ്രദേശ് ഹൈക്കോടതിയും ഈ വിഷയത്തിൽ ഇടപെടുകയും പിന്നീട് സുപ്രീം കോടതിയിലേക്ക് ഈ കേസ് എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും സോഫിയ ഖുറേഷിക്കെതിരായിട്ടുള്ള പരാമർശത്തിൽ നിർണായക വാദം തന്നെയാണ് ഇന്നും സുപ്രീം കോടതിയിൽ നടക്കാൻ പോകുന്നത്. മനു.